എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HST മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ നമുക്ക് കുറേ ടോപ്പിക്സ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ് ഗണങ്ങൾ അഥവാ സെറ്റ്സ് എന്നുള്ള ടോപ്പിക്ക്. നിങ്ങൾക്കറിയാം HST മാത്സിന് നമ്മൾ മലയാളത്തിൽ തന്നെയാണ് മുഴുവൻ കാര്യങ്ങളും പഠിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മലയാളത്തിൽ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള ഇംഗ്ലീഷിലുള്ള വാക്കുകളും മെൻഷൻ ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് ചെയ്ത് പഠിക്കാനും കണക്ട് ചെയ്ത് പഠിക്കാനും ഒക്കെ വലിയ പ്രയാസം ഉണ്ടാവില്ല. ഓക്കെ, പഠിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും മലയാളത്തിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക, അങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. സെറ്റിനകത്ത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് സെറ്റ് എന്നുള്ളത് തന്നെയാണ്. ഗണങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് തന്നെയാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. സെറ്റ് അഥവാ ഗണങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം സംഖ്യകളെയോ ചിഹ്നങ്ങളെയോ വസ്തുക്കളെയോ ആണ് നമ്മളൊരു ഗണം എന്ന് പറയുന്നത്. അതായത് സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ്. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള, അതായത് വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള, വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളുടെ കളക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സെറ്റ്. അപ്പോൾ എന്താണ് വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് എല്ലായ്പ്പോഴും അതിൻ്റെ ഉത്തരം ഒന്ന് തന്നെയായിരിക്കണം. ആരോട് ചോദിച്ചാലും പറയുന്ന ഉത്തരങ്ങൾ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതായത് പേഴ്സൺ ടു പേഴ്സൺ അഭിപ്രായങ്ങൾ മാറരുത്. പൊതുവായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളൊരു സംഗതി ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ന്യൂട്ടൻ്റെ തേർഡ് ലോ, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ന്യൂട്ടൻ്റെ തേർഡ് ലോ, അതിപ്പോൾ നമ്മൾ ലോകത്ത് ആരോട് ചോദിച്ചാലും എല്ലാവർക്കും ഒരേ ഉത്തരമാണ്. കാരണം അത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ദാറ്റ് ഈസ് വെൽ ഡിഫൈൻഡ്. ന്യൂട്ടൺസ് തേർഡ് ലോ ഈസ് ഡിഫൈൻഡ് ആസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇനി ONV കുറുപ്പ് എഴുതിയ കവിതകളുടെ സെറ്റ്, ദ സെറ്റ് ഓഫ് ഓൾ പോയംസ് റിട്ടൺ ബൈ ONV കുറുപ്പ്, അതെന്താണ്? അതും എന്ത് തന്നെയാണ്? സെറ്റ് തന്നെയാണ്. ശരിയല്ലേ? സെറ്റ് ഓഫ് ഓൾ പോയംസ് റിട്ടൺ ബൈ ONV കുറുപ്പ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? സെറ്റ് തന്നെയാണ്. പക്ഷേ കാരണം ONV കുറുപ്പ് എഴുതിയ പോയംസിൻ്റെ കളക്ഷൻ, അത് ആരോട് ചോദിച്ചാലും എല്ലാവർക്കും ഒരേ ഉത്തരം തന്നെയാണ്. അതൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സെറ്റാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ONV കുറുപ്പ് എഴുതിയ കവിതകളിൽ ഏറ്റവും മികച്ച കവിത ഏത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് കളക്ഷൻ ഓഫ് പോയംസ് റിട്ടൺ ബൈ ONV കുറുപ്പ്. അപ്പോൾ അത് എന്നോട് ചോദിക്കുമ്പോൾ ഉണ്ടാവുന്ന ബെസ്റ്റ് പോയംസിൻ്റെ കളക്ഷൻ ആയിരിക്കില്ല നിങ്ങളോട് ചോദിക്കുമ്പോൾ ഉണ്ടാവുന്ന കളക്ഷൻ. ശരിയല്ലേ? നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് തോന്നുന്ന ഒരെണ്ണം എനിക്ക് ബെസ്റ്റായിട്ട് തോന്നണമെന്നില്ല. അപ്പോൾ അത് വെൽ ഡിഫൈൻഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? സെറ്റ് എന്ന് വിളിക്കുക. വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം സംഖ്യകളാവാം, ചിഹ്നങ്ങളാവാം, വസ്തുക്കളാവാം, അതിനെയാണ് നമ്മൾ ഗണം അഥവാ സെറ്റ് എന്ന പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യാനുണ്ട്. ഇനി എങ്ങനെയാണ് ഒരു സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് ഗണങ്ങൾക്ക് പേര് നൽകുക. അതായത് സെറ്റ്സ് ആർ ജനറലി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. എക്സാമ്പിൾസ് എഴുതിക്കോളൂ സെറ്റിൻ്റെ. ഇപ്പോൾ ക്യാപിറ്റൽ A ഈസ് ഈക്വൽ ടു, സെറ്റ് നമ്മൾ കേളി ബ്രാക്കറ്റിനുള്ളിലാണ് എഴുതുന്നത്. ഇതാണ് കേളി ബ്രാക്കറ്റ്. അതിനകത്ത് എലമെൻറ്റുകളെ കോമയിട്ട് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് വേർഡ്സ് ഉപയോഗിച്ച് എഴുതാം. അങ്ങനെ പല രീതികളുണ്ട്. ആ രീതികളെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത് പറയാം. ഒരു എക്സാമ്പിൾ എഴുതിക്കോളൂ. ഇപ്പോൾ 1 2 3 ഇതെന്താണ്? ഒരു സെറ്റാണ്. ശരിയാണല്ലോ? A ഈസ് ഈക്വൽ, ക്യാപിറ്റൽ A ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3. അപ്പം ഒരു സെറ്റിന് പേര് കൊടുക്കുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സെറ്റിന് പേര് കൊടുക്കുക. വേറൊരു എക്സാമ്പിൾ എഴുതാം. ക്യാപിറ്റൽ B ഈസ് ഈക്വൽ ടു A E I O U, സെറ്റ് ഓഫ് ഓൾ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസിൻ്റെ സെറ്റ്. ഓക്കെ ആണേ? അപ്പം കേളി ബ്രാക്കറ്റിനുള്ളിൽ എലമെൻറ്റുകളെ കോമയിട്ട് നമുക്ക് സെറ്റ് റെപ്രസെൻ്റ് ചെയ്യാം. വേറെയും രീതികളുണ്ട് സെറ്റ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട്. ഓരോ രീതികളുണ്ട്. ആ രീതികൾ നമുക്ക് വഴിയെ പരിചയപ്പെടാം.
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. ഇനി സെറ്റിൻ്റെ ഒരു ഉദാഹരണം നോക്കിക്കോളൂ. 6ൻ്റെ ഘടകങ്ങളുടെ ഗണത്തിന്, അതായത് ഫാക്ടേഴ്സ് ഓഫ് 6, 6ൻ്റെ ഘടകങ്ങൾ, അതായത് 6 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്, 6ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 ഒരു ഫാക്ടറാണ്, 2 ഒരു ഫാക്ടറാണ്, 3 ഒരു ഫാക്ടറാണ്, 4 ഫാക്ടർ അല്ല, 5 ഫാക്ടർ അല്ല, 6 ഫാക്ടറാണ്. സോ 6ൻ്റെ ഘടകങ്ങളുടെ സെറ്റ് എന്തായിരിക്കും? സെറ്റ് 1, 2, 3, 6 എന്ന് നമുക്ക് എഴുതാം. ഇനി 10ൽ കുറവായ അഭാജ്യ സംഖ്യകളുടെ ഗണം. 10ൽ കുറവായ അഭാജ്യ സംഖ്യകളുടെ ഗണം. അഭാജ്യ സംഖ്യകളെന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സ്. അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈം നമ്പേഴ്സാണ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പർ എടുത്താൽ അത് പ്രൈം ആണോ എന്ന് എങ്ങനെയാണ് നോക്കുക? ആ നമ്പർ കൊണ്ട് തന്നെ നമുക്കത് ഹരിക്കാൻ പറ്റണം, പിന്നെ 1 കൊണ്ടും ഹരിക്കാൻ പറ്റണം. അത് ഏത് നമ്പർ എടുത്താലും നമുക്കത് പറ്റും. അല്ലാണ്ട് നമുക്ക് മറ്റൊരു നമ്പർ കൊണ്ടും എന്ത് ചെയ്യാൻ പാടില്ല? ഹരിക്കാൻ പാടില്ല. പൂർണ്ണമായി ഹരിക്കാൻ കഴിയരുത്. അതായത് ഹരിച്ചൊരു നാച്ചുറൽ നമ്പർ നമുക്ക് ആൻസർ എഴുതേണ്ടി ഒരവസ്ഥ വരരുത്. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുക. അപ്പം പ്രൈം നമ്പേഴ്സിന് ഉദാഹരണം പറഞ്ഞാൽ 1 അത് നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ് ആയിട്ടുള്ള നമ്പറാണ്. ഭാജ്യമോ അഭാജ്യമോ അല്ലാത്തൊരു സംഖ്യയാണ് 1. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ 2ലേക്ക് വരികയാണ്. 2നെ എനിക്ക് 2 കൊണ്ട് ഹരിക്കാം, 2നെ എനിക്ക് 1 കൊണ്ട് ഹരിക്കാം. അല്ലാതെ മറ്റൊരു സംഖ്യ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 2നെ ഹരിക്കാൻ പറ്റില്ല. സോ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൈം നമ്പറാണ്, ഒരു അഭാജ്യ സംഖ്യയാണ്. ഓക്കെ. 3നെ എനിക്ക് 3 കൊണ്ട് ഹരിക്കാം, 1 കൊണ്ട് ഹരിക്കാം. അല്ലാണ്ടൊരു നമ്പർ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ 3 ഒരു അഭാജ്യ സംഖ്യയാണ്. 4നെ 2 കൊണ്ട് ഹരിക്കാം, 4 അഭാജ്യമല്ല. പിടികിട്ടിയോ? 5നെ എനിക്ക് ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 6നെ 3 കൊണ്ട് ഹരിക്കാം, 2 കൊണ്ട് ഹരിക്കാം, 6 അഭാജ്യമല്ല. പിന്നെ 7നെ എനിക്ക് ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. സോ 7 അഭാജ്യമാണ്. 8നെ 4 കൊണ്ടും 2 കൊണ്ട് ഹരിക്കാം, 9നെ 3 കൊണ്ട് ഹരിക്കാം, 10നെ 5 കൊണ്ടും 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ അതൊന്നും അഭാജ്യമല്ല. പിന്നെ അടുത്ത അഭാജ്യ സംഖ്യ 11 ആണ്. അങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകളെന്ന് പറയുന്നത്. 10ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 10ന് താഴെയുള്ള അഭാജ്യ സംഖ്യകളുടെ ഗണം 2, 3, 5, 7. ക്ലിയർ ആണല്ലോ? സെറ്റ് 2, 3, 5, 7 ആണ്. ക്ലിയർ. ഇനി അപ്പോൾ എന്താണ് സെറ്റ് എന്ന് നമ്മൾ പഠിച്ചു. കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള സംഗതിയാവണം സെറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിളുകളുമാണ് നമ്മൾ നോക്കിയത്. ഇനി ചില സെറ്റുകളെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഇതേപോലെ ഇപ്പോൾ നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റ് എഴുതാൻ പറഞ്ഞാൽ 1, 2, 3 അങ്ങനെ എത്ര എണ്ണം എഴുതിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്കൊരു നൊട്ടേഷൻ ഉപയോഗിച്ചിട്ട് അത് റെപ്രസെൻ്റ് ചെയ്യാം. ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ അതെന്താണ്? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ചില ഗണങ്ങളെ അവയുടെ പ്രത്യേകതകൾക്കനുസരിച്ച് പ്രത്യേകം പേരുകൾ നൽകി വിളിക്കാവുന്നതാണ്. ചില ഗണങ്ങളെ പ്രത്യേകതകൾക്കനുസരിച്ച് പ്രത്യേകം പേരുകൾ നൽകി വിളിക്കാവുന്നതാണ്. തുടർന്ന് പരാമർശിക്കാനിടയുള്ള ചില ഗണങ്ങളെ സൗകര്യാർത്ഥം നേരത്തെ നമുക്ക് പരിചയപ്പെടാം. പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. N, ക്യാപിറ്റൽ ലെറ്റർ N എന്ന് പറഞ്ഞാൽ അത് എണ്ണൽ സംഖ്യകളുടെ ഗണമാണ്. ഓക്കെ. N എന്ന് പറഞ്ഞാൽ എന്താണ്? 1, 2, 3, 4 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അവസാനമില്ല. ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സിൻ്റെ ഗണമാണ്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 0 ഉണ്ടാവും, പ്ലസ് ഓർ മൈനസ് 1, അത് ഇൻറ്റിജേഴ്സ് ആണ്. അതായത് -∞ തുടങ്ങി ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ ആൾക്കാരും അടങ്ങുന്നതാണ് റിയൽ നമ്പേഴ്സ്. അതായത് ഈ റിയൽ നമ്പേഴ്സിനുള്ളിൽ പോസിറ്റീവ് വരും, നെഗറ്റീവ് വരും, റാഷണൽ വരും, ഇറാഷണൽ വരും, ഡെസിമൽ നമ്പേഴ്സ് വരും. അതായത് -∞ തുടങ്ങി ഇൻഫിനിറ്റി വരെയുള്ള എല്ലാവരും അടങ്ങുന്നതാണ് എന്ത്? റിയൽ നമ്പേഴ്സ്. Z എന്ന് പറഞ്ഞാൽ പൂർണ്ണസംഖ്യകളുടെ ഗണം എന്ന് പറഞ്ഞാൽ ഇൻറ്റിജേഴ്സ്. Q എന്ന് പറഞ്ഞാൽ ഭിന്നകങ്ങളുടെ ഗണമാണ് Q. സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ A/B ഫോമിൽ എഴുതാൻ കഴിയുകയും എയും ബിയും ഇൻറ്റിജേഴ്സ് ആയിരിക്കുകയും ചെയ്യുന്ന നമ്പറിനെയാണ് നമ്മൾ റാഷണൽ നമ്പർ എന്നുള്ള പേരിട്ട് വിളിക്കുക. ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ഭിന്നകങ്ങളുടെ ഗണമാണ് Q എന്ന് പറയുന്നത്. Z+ എന്ന് പറഞ്ഞാൽ പൂർണ്ണ അതിസംഖ്യകളുടെ ഗണം, അതായത് പോസിറ്റീവായിട്ടുള്ള ഇൻറ്റിജേഴ്സ്. Q+ എന്ന് പറഞ്ഞാൽ ഭിന്നക അതിസംഖ്യകളുടെ ഗണം, അതായത് പോസിറ്റീവായിട്ടുള്ള ഭിന്നസംഖ്യകൾ. R+ എന്ന് പറഞ്ഞാൽ രേഖീയ അതിസംഖ്യകളുടെ ഗണം എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള റിയൽ നമ്പേഴ്സ്. ഓക്കെ.
ഓൾറെഡി ആർ എന്നുള്ള നൊട്ടേഷൻ പഠിച്ചാൽ ആർ പ്ലസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നെഗറ്റീവ് നമ്പേഴ്സ് ഒഴിവാക്കിയാൽ മതി. അതിപ്പോൾ -∞ തുടങ്ങി 0 വരെ ഒഴിവാക്കുക. 0ക്ക് ശേഷമുള്ള പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ എടുക്കുന്നതാണ് ആർ പ്ലസ് എന്ന് പറയുന്നത്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നൊട്ടേഷനാണ്, കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ, ആർ എന്നുള്ളത് റിയൽ നമ്പർ, ഇസഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ, ക്യൂ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പർ, ഇസഡ് പ്ലസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജർ, ക്യൂ പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റാഷണൽ നമ്പർ, ആർ പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റിയൽ നമ്പർ. അതിൻ്റെ എല്ലാ മലയാളം പേരുകൾ പഠിച്ചോളൂ. എണ്ണൽ സംഖ്യകൾ, രേഖീയ സംഖ്യകൾ, പൂർണ്ണസംഖ്യകൾ, ഭിന്നസംഖ്യകൾ, പൂർണ്ണ അതിസംഖ്യകൾ, ഭിന്നക അതിസംഖ്യകൾ, രേഖീയ അതിസംഖ്യകൾ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കാം. യെസ്, ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളാണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാമാണ് ഗണങ്ങൾ, സെറ്റുകൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യനിൽ അവർ ചോദിക്കുന്നത്. ഓക്കെ, അത് സമർത്ഥിക്കാനാണ് പറയുന്നത്. അപ്പം നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ഫേസ് ചെയ്യാനുള്ളത്. അപ്പം ഒരു 4 ഉദാഹരണങ്ങൾ തന്നിട്ട് അതിനകത്ത് ഏതാണ് ഗണം ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഏതാണ് ഗണം അല്ലാത്തത് എന്ന് ചോദിക്കാനുള്ള സാധ്യതയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് യെസ് ഓർ നോ എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ ചെയ്താൽ മതിയാവും. കാരണം അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ എങ്ങനെയാണ് നിർവചിക്കപ്പെട്ടിട്ടുള്ളതെന്ന് നമ്മുടെ മനസ്സിലുണ്ട്. ഓക്കെ, കൃത്യമായി നിർവചിക്കപ്പെട്ട ഒന്നിനെയാണ് നമ്മൾ സെറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ഓരോ ഓപ്ഷൻസായിട്ട് നമുക്ക് വായിച്ചു നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ നോക്കിക്കോളൂ. ഒരു വർഷത്തിലെ ജെ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന മാസങ്ങളുടെ കൂട്ടം. അതെല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. ലോകത്ത് ആരോട് ചോദിച്ചാലും ഒരേ ഉത്തരം തന്നെയാണ്. അത് വെൽ ഡിഫൈൻഡ് ആണ്. സോ ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ സെറ്റ്. ഇന്ത്യയിൽ ഏറ്റവും ശ്രേഷ്ഠരായ 10 എഴുത്തുകാരുടെ കൂട്ടം. അപ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന വാക്ക് ഏതാണ്? ഏറ്റവും ശ്രേഷ്ഠർ എന്ന വാക്കാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് തോന്നുന്നതാവില്ല നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് തോന്നുക. അപ്പോൾ അത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സംഗതിയല്ല. അപ്പം ഞാൻ ഉൾപ്പെടുത്തുന്ന 10 പേരെ ആയിരിക്കില്ല ഒരുപക്ഷെ നിങ്ങൾ ഉൾപ്പെടുത്തുന്ന 10 പേര്. ഓക്കെ, അതുകൊണ്ട് തന്നെ പേഴ്സൺ ടു പേഴ്സൺ അഭിപ്രായങ്ങൾ മാറുന്നത് കൊണ്ട് അതിനെ കൃത്യമായി നിർവചിച്ച ഒന്നായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സെറ്റല്ല എന്നതുള്ളതാണ് കൺക്ലൂഷൻ. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ നോക്കിക്കോളൂ. ലോകത്തിലെ ഏറ്റവും കേമന്മാരായ 11 ക്രിക്കറ്റ് ബാറ്റ്സ്മാൻമാരുടെ ടീം. അപ്പോൾ അവിടെയും പ്രശ്നം ഉണ്ടാക്കുന്ന വാക്ക് ഏതാണ്? ഏറ്റവും കേമന്മാരായ എന്ന വാക്കാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ദ മോസ്റ്റ് ടാലൻറ്റഡ് 11 ക്രിക്കറ്റ് ബാറ്റ്സ്മാൻസ് എന്ന ഒരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കേമന്മാരായത് എന്നുള്ള വാക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കാരണം എനിക്ക് ഏറ്റവും കേമന്മാരായിട്ട് തോന്നുന്ന ആൾക്കാരാവില്ല നിങ്ങൾക്ക് ഏറ്റവും കേമന്മാരായിട്ട് തോന്നുന്നത്. ഞാൻ ഉൾപ്പെടുത്തുന്ന 11 പേരെ തന്നെ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ അത് കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് സെറ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അടുത്ത മൂന്നാമത്തെ നോക്കിക്കോളൂ. നിങ്ങളുടെ ക്ലാസ്സിലെ മുഴുവൻ ആൺകുട്ടികളുടെ കൂട്ടം. ഒബ്വിയസ്ലി എന്താണ്? അത് നിർവചിക്കപ്പെട്ടതാണ്, അത് സെറ്റാണ്. 100ൽ കുറവായ എണ്ണൽ സംഖ്യകളുടെ കൂട്ടം. അതെല്ലാവർക്കും ഒരേ ഉത്തരവാണ്, സെറ്റാണ്. സാഹിത്യകാരൻ മുൻഷി പ്രേംചന്ദിൻ്റെ നോവലുകളുടെ കൂട്ടം. മുൻഷി പ്രേംചന്ദ് എഴുതിയ നോവലുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് 100% എന്ത് തന്നെയാണ്? സെറ്റ് തന്നെയാണ്. പക്ഷേ സാഹിത്യകാരൻ മുൻഷി പ്രേംചന്ദിൻ്റെ നോവലുകളിലെ മികച്ച 10 നോവലുകൾ എന്ന് പറഞ്ഞാൽ അതെന്താവില്ല? അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആവില്ല. അപ്പോൾ അത് സെറ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ നിലവിൽ ഇത് സെറ്റാണ്, പ്രശ്നമൊന്നുമില്ല. ഇരട്ട പൂർണ്ണസംഖ്യകളുടെ കൂട്ടം എല്ലാവർക്കും ഒരേ ഉത്തരവാണ്, സെറ്റാണ്. ഈ പാഠത്തിലെ ചോദ്യങ്ങളുടെ ശേഖരം തീർച്ചയായിട്ടും എന്താണ്? സെറ്റാണ്. ഓക്കെ, അതായത് ഇവർ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണിത്. അതിൽ നിന്ന് തന്നെ എടുത്തതാണ് ഇതെല്ലാം. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ചോദ്യങ്ങളുടെ ശേഖരമാണ് കേട്ടോ ഇവർ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പോട്ടെ, നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തായാലും പഠിക്കുന്നു, നമ്മൾ ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് ആ ക്വസ്റ്റ്യൻസിൻ്റെ കളക്ഷൻ അതൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സംഗതിയാണ്. അതെന്താണ്? സെറ്റാണ്. ഓക്കെ, യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഒരു സംഗതി കണ്ടു കഴിഞ്ഞാൽ അത് സെറ്റാണോ സെറ്റല്ലേ എന്ന് മനസ്സിലാക്കാനായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവണം കേട്ടോ. ഇനി ഒരു ഗണത്തിനെ റെപ്രസെൻ്റ് ചെയ്യാൻ, ഒരു സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും 2 രീതികളാണുള്ളത്. അതിലെ ആദ്യത്തെ രീതി നമുക്ക് പരിചയപ്പെടാം. നിബന്ധനാ രീതി. ഇംഗ്ലീഷിൽ നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയും.
സെറ്റ് ബിൽഡർ ഫോം. നിബന്ധനാ രീതി അഥവാ സെറ്റ് ബിൽഡർ ഫോം. നോക്കണേ, നിബന്ധനാ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്കുകളിലൂടെ പറയുന്നതിനെയാണ് നിബന്ധനാ രീതി എന്ന് പറയാം. അതായത് കേളി ബ്രാക്കറ്റിനുള്ളിൽ എലമെൻറ്റുകളെ കോമയിട്ട് എഴുതാതെ വാക്കുകൾ കൊണ്ടോ ചിഹ്നങ്ങൾ ഉപയോഗിച്ചോ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ നിബന്ധനാ രീതി അഥവാ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. നോക്കി നോക്കാം. എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ. ഇതിങ്ങനെയാണ് വായിക്കേണ്ടത്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. എക്സ് ഒരു എണ്ണൽ സംഖ്യയുടെ വർഗമാണ്. എക്സ് ഒരു എണ്ണൽ സംഖ്യയുടെ വർഗമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു സെറ്റ് ബിൽഡർ ഫോമാണ് അഥവാ നിബന്ധനാ രീതിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു റോസ്റ്റർ ഫോം ആണെന്ന് പറയാൻ പറ്റില്ല. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ കേളി ബ്രാക്കറ്റിനുള്ളിൽ എലമെൻറ്റുകളെ കോമയിട്ട് എഴുതുന്നതിനെയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുക. നിബന്ധനാ രീതി എന്ന് പറഞ്ഞാൽ സെറ്റ് ബിൽഡർ ഫോമാണ്. സെറ്റ് ബിൽഡർ ഫോം, സെറ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഫോം, അതിനെയാണ് നമ്മൾ നിബന്ധനാ രീതി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, എക്സ് ഒരു എണ്ണൽ സംഖ്യയുടെ വർഗമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പട്ടികാ രീതിയാണ്. പട്ടികാ രീതി എന്ന് പറഞ്ഞാൽ കേളി ബ്രാക്കറ്റിനുള്ളിൽ എലമെൻറ്റുകളെ കോമയിട്ട് എഴുതുന്നതിനെയാണ് പട്ടികാ രീതി എന്ന് പറയുന്നത്. അപ്പോൾ പട്ടികാ രീതിയിൽ തന്നു കഴിഞ്ഞാൽ അതിനെ നിബന്ധനാ രീതിയിലാക്കാനും നിബന്ധനാ രീതിയിൽ തന്നു കഴിഞ്ഞാൽ അതിനെ തിരിച്ച് പട്ടികാ രീതിയിലാക്കാനും നമുക്ക് പറ്റണം. ഓക്കെ, അതായത് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നു കഴിഞ്ഞാൽ റോസ്റ്റർ ഫോം ആക്കാനും റോസ്റ്റർ ഫോമിൽ തന്നു കഴിഞ്ഞാൽ തിരിച്ച് സെറ്റ് ബിൽഡർ ഫോം ആക്കാനും നമുക്ക് അറിയുന്നുണ്ടാവണം. അപ്പോൾ ഞാനിവിടെ നിങ്ങൾ കാണുന്നത് നിബന്ധനാ രീതി അഥവാ സെറ്റ് ബിൽഡർ ഫോമാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ റോസ്റ്റർ ഫോം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. ആദ്യം പറയുന്നത് എക്സ് ഒരു എണ്ണൽ സംഖ്യയുടെ വർഗമെന്നാണ് ആദ്യത്തെ നിബന്ധനാ രീതി അല്ലേ. എണ്ണൽ സംഖ്യയുടെ വർഗം. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എണ്ണൽ സംഖ്യയുടെ വർഗം. അതിൻ്റെ പട്ടികാ രീതി നോക്കിക്കോളൂ. എക്സ് എന്ന് പറഞ്ഞാൽ ഒരു എണ്ണൽ സംഖ്യയുടെ വർഗമാണ്. അപ്പോൾ ഒന്നിൻ്റെ വർഗം, വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ് കേട്ടോ. വർഗമൂലം എന്ന് പറഞ്ഞാലാണ് റൂട്ട്. അപ്പോൾ 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9, അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എക്സെട്ര ഇട്ടിട്ട് സെറ്റ് അങ്ങ് ക്ലോസ് ചെയ്താൽ മതി. ഇനി എക്സ് ഒരു പൂർണ്ണസംഖ്യയാണ്. അതായത് -1/2 9/2 ഇടയിലുള്ള പൂർണ്ണസംഖ്യയാണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, -1/2 എന്ന് പറഞ്ഞാൽ -0.5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2 എന്ന് പറഞ്ഞാൽ 4.5. ഓക്കെ, -0.5നും 4.5നും ഇടയിലുള്ള പൂർണ്ണസംഖ്യകൾ ഏതൊക്കെയാണ്? ബി ഈസ് ഈക്വൽ ടു -0.5ന് ശേഷം 0 വരും, 1 വരും, 2 വരും, 3 വരും, 4 വരും, 5 വരില്ല. 4.5നേക്കാൾ ചെറിയ ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? അതിൻ്റെ പട്ടികാ രീതിയാണ്. അപ്പോൾ ഈ ഒരു നിബന്ധനാ രീതിയിൽ ഞാൻ എന്താക്കി മാറ്റിയിട്ടുണ്ട്? പട്ടികാ രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ പട്ടികാ രീതിയിൽ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത കണ്ടുപിടിക്കുക. ആ പ്രത്യേകത വെച്ചിട്ട് അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റി എഴുതാൻ പറ്റും? നമുക്ക് പട്ടികാ രീതിയിൽ തന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രത്യേകത കണ്ടെത്തി അതിനെ നമുക്ക് നിബന്ധനാ രീതിയിലേക്ക് മാറ്റാനും പറ്റും. ഓക്കെ, അതായത് നേരത്തെ നമ്മൾ എഴുതിയ ഉദാഹരണങ്ങളുടെ പട്ടികാ രീതിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. ഈ ഒരു പട്ടികാ രീതി നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ നിബന്ധനാ രീതി തിരിച്ചെഴുതാം അല്ലേ. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്നത് ഒരു എന്താണ്? പൂർണ്ണസംഖ്യയുടെ വർഗമാണ്. ഒരു എണ്ണൽ സംഖ്യയുടെ വർഗമാണ് അല്ലേ. എണ്ണൽ സംഖ്യ തുടങ്ങുന്നത് 1ൽ നിന്നാണല്ലോ. 1, 2, 3 അല്ലേ. എണ്ണൽ സംഖ്യയുടെ വർഗമാണ് എന്ന് നമുക്ക് എഴുതാം അല്ലേ. അതേപോലെ -1/2നും 9/2നും ഇടയിലുള്ള ഒരു പൂർണ്ണസംഖ്യയാണ് ബി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ, ഇപ്പോൾ സി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒരു വവ്വലാണ് എന്ന് നമ്മൾ വാക്കുകൾ ഉപയോഗിച്ച് എഴുതുകയാണെങ്കിൽ അത് നിബന്ധനാ രീതി. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലേ, അതിന് അനുപാതമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പട്ടികാ രീതി എന്ന് പറയുന്നത് എന്താണ്? AEIOU. സെറ്റിനുള്ളിൽ AEIOU എന്നെഴുതുന്നതാണ് അതിൻ്റെ പട്ടികാ രീതി.
ഇതിൻ്റെ തന്നെ നിബന്ധനാ രീതി എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒരു വവ്വലാണ്. പിടികിട്ടിയോ? യെസ്. അപ്പോൾ ഇങ്ങനെ നിബന്ധനാ രീതി, പട്ടികാ രീതി. നിബന്ധനാ രീതിയിൽ തന്നാൽ പട്ടികാ രീതി ഉണ്ടാക്കാനും അറിയണം. പട്ടികാ രീതിയിൽ തന്നു കഴിഞ്ഞാൽ അത് നിബന്ധനാ രീതിയിലേക്ക് മാറ്റാനും നമ്മൾ അറിഞ്ഞിരിക്കണം. റോസ്റ്ററിൽ തന്നാൽ സെൽ ബിൽഡർ ആക്കാനും സെറ്റ് ബിൽഡറിൽ തന്നാൽ റോസ്റ്റർ ആക്കാനും അറിഞ്ഞിരിക്കണം. സോ ഇത് നിബന്ധനാ രീതിയിൽ എഴുതാനാണ് ചോദ്യം. സെറ്റ് 1 2 3 6 1 2 3 6 എന്താണ്? എക്സ് എന്നത് 6ൻ്റെ ഘടകങ്ങളാണ് അല്ലേ? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്നത് എന്താണ്? 6ൻ്റെ ഘടകങ്ങൾ നമ്മൾ നേരത്തെ ക്ലാസ് തുടങ്ങിയ സമയത്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6ൻ്റെ ഘടകങ്ങൾ, 6ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒരു ഫാക്ടർ 6ൻ്റെ ഫാക്ടേഴ്സ് ഓഫ് 6. ഒരു ഫാക്ടർ 1 ആണ്, 2 ഫാക്ടറാണ്, 3 ഫാക്ടറാണ്, 6 തന്നെ ഫാക്ടറാണ്. ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ നിബന്ധനാ രീതി സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്നത് 6ൻ്റെ ഘടകമാണ്. എക്സ് എന്നത് 6ൻ്റെ ഘടകമാണെങ്കിൽ അതിൻ്റെ പട്ടികാ രീതിയാണ് സെറ്റ് 1 2 3 6. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് പട്ടികാ രീതിയിൽ എഴുതാനാണ് ചോദ്യം. നിബന്ധനാ രീതിയിൽ നമുക്ക് തന്നിട്ടുണ്ട്, സെറ്റ് ബിൽഡർ ഫോമിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോസ്റ്റർ ഫോം, അതിൻ്റെ പട്ടികാ രീതിയിൽ എഴുതാനാണ് ചോദ്യം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് മാത്തമാറ്റിക്സ് എന്ന വാക്കിലെ ഒരു അക്ഷരം എന്നാണ് അവർ പറയുന്നത് അല്ലേ? മാത്തമാറ്റിക്സ് എന്ന വാക്കിലെ ഒരു അക്ഷരം. അപ്പോൾ അത് ഏതൊക്കെ വരാം? എം എന്നുള്ളൊരു അക്ഷരം വരാം, എ വരാം, ടി വരാം, എച്ച് വരാം, ഇ വരാം. വീണ്ടും എം എഴുതണ്ട, കാരണം ആവർത്തനം എവിടെ അനുവദനീയമല്ല? സെറ്റിനുള്ളിൽ ഗണത്തിനുള്ളിൽ അനുവദനീയമല്ല. ഓക്കെ, അപ്പോൾ ആവർത്തിക്കുന്നത് എം ആവർത്തിക്കുന്നുണ്ട്, എ ആവർത്തിക്കുന്നുണ്ട്, ടി ആവർത്തിക്കുന്നുണ്ട്. ഇത്ര ആൾക്കാരൊക്കെ ആവർത്തിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവർത്തിച്ച് വരുന്നവരെയൊക്കെ ഒഴിവാക്കിക്കോണം. ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. എം എ ടി എച്ച് ഇ. വീണ്ടും എം വേണ്ട, എ വേണ്ട, ടി വേണ്ട, ഐ എഴുതാം, സി എഴുതാം, എസ് എഴുതാം. എം എ ടി എച്ച് ഇ ഐ സി എസ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആവർത്തിച്ച് വരുന്ന വാക്കുകളുണ്ടെങ്കിൽ അത് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി സെറ്റിനുള്ളിൽ. ആവർത്തനം ഗണത്തിനുള്ളിൽ അനുവദനീയമല്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പട്ടികാ രീതിയിലാണ് തന്നിട്ടുണ്ടായിരുന്നത്, നിബന്ധനാ രീതിയിലാണ് തന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പട്ടികാ രീതി ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കിയോളൂ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 = 0 എന്ന സമവാക്യത്തിൻ്റെ പരിഹാരഗണം പട്ടികാ രീതിയിൽ എഴുതുക എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ പരിഹാരഗണം, ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ പട്ടികാ രീതിയിൽ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യമേ എന്ത് ചെയ്യുക? ഈ ഒരു ദ്വിമാന സമവാക്യം അഥവാ രണ്ടാം കൃതി സമവാക്യം നമ്മൾ സോൾവ് ചെയ്യുക. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 = 0. സമ്മും പ്രോഡക്റ്റും എടുക്കാം. രണ്ട് സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ എക്സിൻ്റെ ഗുണോത്തരമായിട്ടുള്ള 1 വരണം. പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള -2 വരണം. രണ്ട് സംഖ്യകൾ നമ്മൾക്ക് ചൂസ് ചെയ്യാം. ഏതൊക്കെയാണ്? കൂട്ടിയാൽ 1, ഗുണിച്ചാൽ -2. -2ഉം 1ഉം ഒന്നും -2ഉം -1ഉം എടുക്കാം. 2ഉം -1ഉം 2ഉം -1ഉം കൂട്ടിക്കഴിഞ്ഞാൽ 1 കിട്ടുന്നുണ്ട്. 2ഉം -1ഉം ഗുണിച്ചു കഴിഞ്ഞാൽ -2 കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഈ രണ്ട് സംഖ്യകൾ ഉപയോഗിച്ച് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഘടകക്രിയ ചെയ്ത് കഴിഞ്ഞാൽ x+2 × x - 1 = 0. അവിടുന്ന് എക്സിന് നമുക്ക് രണ്ട് ഉത്തരങ്ങൾ കിട്ടും. -2ഉം 1ഉമാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, ഇതിനെ പട്ടികാ രീതിയിൽ എഴുതാമെന്ന് പറഞ്ഞാൽ എന്താണ് വരിക? സെറ്റ് -2 1 ആണ് നമ്മുടെ പട്ടികാ രീതി. സെറ്റിന് പേര് കൊടുക്കാം, എ എന്നോ മറ്റോ പേര് കൊടുക്കാം. ക്ലിയർ ആണെന്ന് വിചാരിച്ചോട്ടെ. ഓക്കെ ആണേ? യെസ്. അടുത്ത ഒരു ചോദ്യം നോക്കിയോളൂ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്നത് ഒരു പൂർണ്ണ അതിസംഖ്യയാണ്. പൂർണ്ണ അതിസംഖ്യ എന്നുള്ളത് പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ, പെർഫെക്റ്റ് സ്ക്വയർ ആണ്.
ദാറ്റ് ഈസ് ലെസ് ദാൻ 40, 40-നേക്കാൾ ചെറിയ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ പട്ടിക രീതി എന്താണ് വരിക? എ ഇസ് ഈക്വൽ ടു 1-ൻ്റെ സ്ക്വയർ 1, 2-ൻ്റെ സ്ക്വയർ 4, 3-ൻ്റെ സ്ക്വയർ 9, 4-ൻ്റെ സ്ക്വയർ 16, 5-ൻ്റെ സ്ക്വയർ 25, 6-ൻ്റെ സ്ക്വയർ 36, 7-ൻ്റെ സ്ക്വയർ 49 ആണ്. അത് എഴുതാൻ പറ്റില്ല, 40-നേക്കാൾ ചെറുതേ എഴുതാൻ പറ്റുള്ളൂ. സോ 36 ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ഉത്തരം. 1, 4, 36 വരെ 1, 4, 9, 16, 25, 36 എന്നതാണ് ഉത്തരം. ഓക്കെ ആണേ. സോ അപ്പോൾ നമ്മൾ ആ ഗണത്തിനെ പട്ടിക രീതിയിലാക്കി എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. എ ഇസ് ഈക്വൽ ടു സെറ്റ് 1, 4, 9, 16, 25 എന്ന ഗണത്തിനെ നിബന്ധനാ രീതിയിൽ എഴുതാനാണ് ചോദ്യം. നിബന്ധനാ രീതി എന്ന് പറഞ്ഞാൽ സെറ്റ് ബിൽഡർ ഫോമിലാക്കി മാറ്റുക. എന്താണ്? എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്നത് എണ്ണൽ സംഖ്യയുടെ വർഗമാണ്. അല്ലേ? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു എണ്ണൽ സംഖ്യയുടെ വർഗമാണ്. എക്സ് ഒരു എണ്ണൽ സംഖ്യയുടെ വർഗമാണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എണ്ണൽ സംഖ്യയുടെ വർഗമാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് 1-ൻ്റെ സ്ക്വയർ, 2-ൻ്റെ സ്ക്വയർ, 3-ൻ്റെ സ്ക്വയർ, അതങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. നിബന്ധനാ രീതിയിൽ തന്നു കഴിഞ്ഞാൽ പട്ടിക രീതിയിൽ എഴുതാനും, പട്ടിക രീതിയിൽ തന്നു കഴിഞ്ഞാൽ തിരിച്ച് നിബന്ധനാ രീതിയിൽ എഴുതാനും, സെറ്റ് ബിൽഡറിൽ തന്നാൽ റോസ്റ്ററിലാക്കാനും, റോസ്റ്ററിൽ തന്നു കഴിഞ്ഞാൽ തിരിച്ച് സെറ്റ് ബിൽഡർ ആക്കാനും കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഒരു ചേരുംപടി ചേർക്കാനുള്ള ചോദ്യമാണ്. പട്ടിക രീതിയിലും നിബന്ധനാ രീതിയിലുമായി ചുവടെ ചേർത്തിരിക്കുന്ന ഗണങ്ങളെ ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് ചോദ്യം. നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് നിബന്ധനാ രീതി വായിക്കാം. അപ്പോൾ അതിൻ്റെ പട്ടിക രീതി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ. അപ്പോൾ നിബന്ധനാ രീതികൾ ആദ്യം വായിച്ചോളൂ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു പൂർണ്ണ അതിസംഖ്യയായ 18-ൻ്റെ ഘടകങ്ങളാണ്. അപ്പോൾ 18-ൻ്റെ ഘടകങ്ങൾ കാണുമ്പോഴേ അറിയാം. വേണ്ട ഇതാണ് ഓപ്ഷൻ 3യുമായിട്ടാണ് അത് കണക്റ്റ് ആവുക. 18-ൻ്റെ ഘടകങ്ങൾ നോക്കിക്കേ. 1, 3, 1, 2, 3, 6, 9, 18. അത് 18-ൻ്റെ ഘടകങ്ങളാണ്. ഓക്കെ ആണേ. ഇനി ബി നോക്കാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു പൂർണ്ണ സംഖ്യയാണ് ആൻഡ് എക്സ് സ്ക്വയർ മൈനസ് 9 സമം 0. അവിടുന്ന് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 9, എക്സ് എന്നുള്ളത് √9 പ്ലസ് ഓർ മൈനസ് 3 ആണ് വരിക. ഓക്കെ. സോ രണ്ടാമത്തെ ആൻസർ ഫോർത്ത് ഓപ്ഷനുമായിട്ടാണ് അത് കണക്റ്റ് ആവുക. ശരിയാണേ. ബി 3ഉം -3ഉം. ഇനി എക്സ് ഒരു പൂർണ്ണസംഖ്യയാണ്. എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ 1ഉം 1ഉം ക്യാൻസൽ ആയാൽ എക്സ് സമം 0. സോ 0 പൂർണ്ണസംഖ്യ. ഓപ്ഷൻ സി കണക്റ്റ് ആവുന്ന എന്തുമായിട്ടാണ്? ഇവിടുത്തെ 2ഉമായിട്ടാണ് കണക്റ്റ് ആവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ എന്ന വാക്കിലെ ഒരു അക്ഷരം കാണുമ്പോഴേ അറിയാം ഫസ്റ്റ് ഓപ്ഷനുമായിട്ടാണ് കണക്റ്റ് ആവുക. ഓപ്ഷൻ ഡി ഫസ്റ്റുമായിട്ടാണ് കണക്റ്റ് ആവുക. ഓക്കെ. അപ്പോൾ 1 ആരുമായിട്ടാണ്? 1 എന്ന് പറഞ്ഞാൽ ഡി. 2ൻ്റെ ആൻസർ എന്താണ്? 2ൻ്റെ ആൻസർ സി. 3യുടെ ആൻസർ എന്താണ്? എ. 4ൻ്റെ ആൻസർ എന്താണ്? ബി. ഇതാണ് നമുക്ക് ഈ രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടാവുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റാണേ. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? യെസ്. ഇനി അടുത്തൊരു പോയിന്റ് എഴുതി വെച്ചോളൂ. ഒരു സംഖ്യ അല്ലെങ്കിൽ ചിഹ്നം അല്ലെങ്കിൽ ഒരു വസ്തു ഒരു ഗണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഗണത്തിൻ്റെ അംഗം എന്ന് വിളിക്കും. അംഗം എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്. ഗണത്തിലുള്ള എലമെൻറ്റ് അഥവാ അംഗം എന്ന് വിളിക്കും. ഓക്കെ. സോ അതിൻ്റെ നൊട്ടേഷൻ ഇപ്പോൾ എ എന്നുള്ള ഒരു സെറ്റ് 1, 2, 3 ആണെന്ന് വിചാരിക്കാം. 1 എന്നുള്ളത് എയിലുള്ള ഒരു അംഗമാണ്. അപ്പോൾ അത് എലമെൻറ്റ്. ഇതാണ് നൊട്ടേഷൻ. ഓക്കെ. എലമെൻറ്റ് ഓഫ് എ. 1 ഈസ് ദ എലമെൻറ്റ് ഓഫ് എ. 1 എന്നത് ഈ സെറ്റിലെ ഒരു അംഗമാണ്. അതായത് 1 ഈസ് ദ എലമെൻറ്റ് ഓഫ് സെറ്റ് എ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ. ഇനി ഈ സെറ്റിൽ ഇല്ലാത്ത ഒരാളെ നോക്കുക. 1, 2, 3 ഉണ്ട്. 4 നമുക്ക് ഈ ഗണത്തിനുള്ളിൽ കാണാൻ പറ്റുന്നില്ല. അപ്പം 4 എന്നത് ഈ ഗണത്തിലെ അംഗമല്ല. 4 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ.
അപ്പം അംഗമല്ല എന്നുള്ളതിൻ്റെ സിമ്പൽ നോക്കിക്കോളൂ. അംഗമല്ല എന്നുള്ളതിൻ്റെ സിമ്പൽ ആ എലമെൻ്റ് ഓഫ് സിമ്പലിനെ നമ്മളൊന്ന് ക്രോസ് വരച്ചു കഴിഞ്ഞാൽ അത് നോട്ട് ആൻ എലമെൻ്റ് ഓഫ് എന്നുള്ള സിമ്പലായിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. സിമ്പലൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പോയിന്റ്സ് എടുത്തെടുത്ത് പറയുന്നത്. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് സെറ്റ്, ഗണങ്ങളുടെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗണങ്ങളെ എപ്രകാരം തരംതിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കിക്കോളൂ. ശൂന്യഗണം അഥവാ ഇംഗ്ലീഷിൽ നൾ സെറ്റ് എന്ന് പറയും. ശൂന്യഗണം അഥവാ നൾ സെറ്റ്. എന്താണ് ശൂന്യഗണം അഥവാ നൾ സെറ്റ്? ഒരംഗം പോലും ഇല്ലാത്ത ഗണത്തിനെയാണ് നമ്മൾ ശൂന്യഗണം എന്ന് വിളിക്കുക, അഥവാ നൾ സെറ്റ് എന്നുള്ള പേരിട്ട് വിളിക്കുക. ഓക്കെ, അതായത് ഒരു സെറ്റിനകത്ത് ഒരു എലമെൻ്റ് പോലും ഇല്ലെങ്കിൽ ആ സെറ്റിനെയാണ് നമ്മൾ നൾ സെറ്റ് എന്നുള്ള പേരിട്ട് വിളിക്കുക. ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ഇപ്പോൾ എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. എക്സ് ഒരു റിയൽ നമ്പറാണ്. ഇതൊരു നിബന്ധന രീതിയാണ്. ഇതിൻ്റെ റോസ്റ്റർ ഫോം എഴുതാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പട്ടിക രീതി എഴുതാനായിട്ടാണ് ചോദ്യമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മളൊന്ന് സോൾവ് ചെയ്ത് നോക്കുകയാണ്. സൈഡിൽ പോയിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. അവിടുന്ന് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -1, എക്സ് ഈക്വൽ ടു √-1 പ്ലസ് ഓർ മൈനസ് ഐ ആണ് നമുക്ക് കിട്ടുന്നത്. ശരിയാണേ? ഈ ഐ എന്നുള്ള സാധനം അയോട്ട, അതൊരു കോംപ്ലക്സ് നമ്പറാണ്, അത് റിയൽ നമ്പറിൽ പെടില്ല. അപ്പോൾ എനിക്ക് റിയൽ ആയിട്ടുള്ള ഒരു ഉത്തരം എക്സിൻ്റെ കേസിൽ പോസിബിൾ അല്ല. ശരിയാണേ? സോ അവിടെ ഉത്തരം ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഒരു സെറ്റ് ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ നൾ സെറ്റ് എന്ന് വിളിക്കുക. അല്ലെങ്കിൽ ഇതിനൊരു സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ഉണ്ട്. ഫൈ എന്ന ഗ്രീക്ക് ലെറ്റർ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് നൊട്ടേറ്റ് ചെയ്യാം. ഈ ലെറ്റർ വായിക്കേണ്ടത് ഫൈ എന്നാണ് കേട്ടോ വായിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു ശൂന്യഗണത്തിന് ഉദാഹരണമാണ്. ഇനി 1നും 2നും ഇടയിലുള്ള ഒരു എണ്ണൽ സംഖ്യ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ശൂന്യഗണമാണ്. 1നും 2നും ഇടയിൽ വേറെ എണ്ണൽ സംഖ്യ ഒന്നുമില്ലല്ലോ. 1 കഴിഞ്ഞാലുള്ള എണ്ണൽ സംഖ്യ 2 അല്ലേ? ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നൾ സെറ്റിനെ നമുക്ക് വേറെയും ഇംഗ്ലീഷിൽ മറ്റ് പല പേരുകളുണ്ട് കേട്ടോ. നമുക്ക് എംപ്റ്റി സെറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഒരു അംഗം പോലും ഇല്ലാത്ത ഗണത്തിനെയാണ് നമ്മൾ ശൂന്യഗണം എന്നുള്ള പേരിട്ട് വിളിക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതിനെ എങ്ങനെ നൊട്ടേറ്റ് ചെയ്യാം എന്നുള്ളതും പഠിച്ചു വയ്ക്കുക. എങ്ങനെ നൊട്ടേറ്റ് ചെയ്യാം? ചുമ്മാ 2 കേളി ബ്രാക്കറ്റ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളതും ക്ലോസ്ഡ് ആയിട്ടുള്ളതും കൂടെ ഒരുമിച്ച് ചുമ്മാ കേളി ബ്രാക്കറ്റ് എലമെൻറ്റുകളൊന്നും ഇല്ലാണ്ട് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതതിൻ്റെ ഒരു നൊട്ടേഷനാണ്. അല്ലെങ്കിൽ ഫൈ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് നൾ സെറ്റിനെ, വോയിഡ് സെറ്റിനെ, എംപ്റ്റി സെറ്റിനെ, ശൂന്യഗണത്തിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ വേണമെങ്കിൽ ഒന്ന് നമ്പർ ചെയ്ത് പൊക്കോളൂ. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് സെറ്റിൻ്റെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ശൂന്യഗണം. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഏകാംഗ ഗണം. ഏകാംഗ ഗണം എന്ന് പറഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് സിംഗിൾട്ടൺ സെറ്റ്. ഏകാംഗ ഗണം എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾട്ടൺ സെറ്റ്. അതായത് ഒരേ ഒരു അംഗം മാത്രമുള്ള എലമെൻറ്റിനെയാണ് നമ്മൾ ഏകാംഗ ഗണം എന്ന് വിളിക്കുക. അതായത് ഇപ്പോൾ എ ഇസ് ഈക്വൽ ടു സെറ്റ് 1, ഇതൊരു ഏകാംഗ ഗണമാണ്. ഒരേ ഒരു അംഗം മാത്രമേ ആ സെറ്റിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇഫ് എ സെറ്റ് കണ്ടെയ്ൻസ് 1 and only 1 element, ഒരേ ഒരു എലമെൻറ്റ് മാത്രമാണ് ഒരു സെറ്റിനുള്ളതെങ്കിൽ ആ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഏകാംഗ ഗണം അഥവാ സിംഗിൾട്ടൺ സെറ്റ്. ഇപ്പോൾ ബി ഇസ് ഈക്വൽ ടു സെറ്റ് 6, ഇതൊരു സിംഗിൾട്ടൺ സെറ്റാണ്. ഇനി ഒരു റോസ്റ്റർ നമുക്ക് നമുക്കൊരു സെറ്റ് ബിൽഡർ റോസ്റ്റർ ആക്കി നോക്കാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 2 less than x less than 4, x belongs to നാച്ചുറൽ നമ്പർ. 2നേക്കാളിലും
രണ്ടിനേക്കാൾ വലുതും 4നേക്കാൾ ചെറുതുമായിട്ടുള്ള എണ്ണൽ സംഖ്യ, അതായത് 2നും 4നും ഇടയിലുള്ള എണ്ണൽ സംഖ്യ. ഇതിൻ്റെ പട്ടിക രീതി എന്താണ്? 3 ആൻസർ വരിക. ഒരു എലമെൻറ്റേ ഉള്ളത് കൊണ്ട് അല്ലേ, ഒരു അംഗമേ ഉള്ളത് കൊണ്ട് നമുക്ക് ഏത് പേരിട്ട് വിളിക്കാം? ഇതിനെ നമുക്ക് സിംഗിൾട്ടൺ സെറ്റ് എന്നുള്ള പേരിട്ട് വിളിക്കാം, അഥവാ ഏകാംഗ ഗണം എന്ന് വിളിക്കാം. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു ചോദ്യം നോക്കിക്കോളൂ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശൂന്യഗണങ്ങൾ എന്നതാണ് ചോദ്യം. ഓക്കെ, 2 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഒറ്റ സംഖ്യകളുടെ ഗണം. ഓക്കെ, ഒരൊറ്റ സംഖ്യേനെ പോലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 1നെയോ 3നെയോ 5നെയോ 7നെയോ ഒന്നും നമുക്ക് 2 കൊണ്ട് നിശേഷമായി ഹരിക്കാൻ കഴിയില്ല. ശിഷ്ടം വരുന്ന രീതിയിലേ ഹരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിശേഷമായി ഹരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതെന്താണ്? ഇതൊരു നൾ സെറ്റാണ്. ഇരട്ട അഭാജ്യ സംഖ്യകളുടെ എണ്ണം. അഭാജ്യ സംഖ്യയിൽ ഇരട്ട സംഖ്യ വരുന്നുണ്ടോ? ഉണ്ട്. 2 അല്ലേ, 2, 3, 5 ഇങ്ങനെയാണ് അഭാജ്യ സംഖ്യകൾ പോവുക. അപ്പോൾ അതിലെ ആദ്യത്തെ അഭാജ്യ സംഖ്യ 2 ഒരുപാട് പ്രത്യേകതയുണ്ട് അതിന്. അഭാജ്യ സംഖ്യകളിലെ ഏറ്റവും ചെറിയ സംഖ്യയും ഒരേ ഒരു ഇരട്ട സംഖ്യയും ഏത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് 2. അഭാജ്യ സംഖ്യകളിൽ ഒരേ ഒരു ഇരട്ട സംഖ്യയേ ഉള്ളൂ, അത് 2. കാരണം ബാക്കിയുള്ള എല്ലാ ഇരട്ട സംഖ്യകളെയും 2 കൊണ്ട് ഹരിക്കാൻ കഴിയും. അപ്പോൾ അതെല്ലാം ഭാജ്യമായി മാറുകയാണ് ചെയ്യുന്നത്. അഭാജ്യ സംഖ്യകളിൽ പ്രൈം നമ്പേഴ്സിൽ ഒരേ ഒരു ഇരട്ട സംഖ്യയേ ഉള്ളൂ, അതെന്താണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ ഇരട്ട അഭാജ്യ സംഖ്യകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ അതൊരു സിംഗിൾട്ടൺ സെറ്റാണ്, ഏകാംഗ ഗണമാണ്. അത് സെറ്റ് 2 ആണ്. അതൊരു ശൂന്യഗണമല്ല, അതൊരു ഏകാംഗ ഗണമാണ്. ഇനി 3ാമത്തെ ഓപ്ഷൻ നോക്കിക്കോളൂ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു എണ്ണൽ സംഖ്യയാണ്. 5നേക്കാൾ ചെറുതും 7നേക്കാൾ വലുതുമായിട്ടുള്ള ഒരു എണ്ണൽ സംഖ്യയില്ല, അപ്പോൾ അത് നൾ സെറ്റാണ്. അടുത്ത ഓപ്ഷൻ നോക്കിക്കോളൂ. സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് വൈ എന്നത് 2 സമാന്തര വരകൾ. സമാന്തര വരകൾ എന്ന് പറഞ്ഞാൽ പാരലൽ ലൈൻസ് എന്നാണ് കേട്ടോ. പാരലൽ ലൈൻസ്, സമാന്തര വരകൾക്ക് പൊതുവായിട്ടുള്ള ബിന്ദു. 2 പാരലൽ ലൈൻസ്. എന്താണ് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ? ദേ ആർ നോൺ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ്. ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടാത്ത വരകളെയാണ് സമാന്തര വരകൾ അഥവാ പാരലൽ ലൈൻസ് എന്ന് വിളിക്കുക. 2 പാരലൽ ലൈൻസിനും കൂടെ കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാനേ കഴിയില്ല. കാരണം അവർ കൂട്ടിമുട്ടുന്നില്ല. കൂട്ടിമുട്ടിയാലല്ലേ കോമൺ പോയിന്റ് ഉണ്ടാവുള്ളൂ. ഇൻ്റർസെക്റ്റിംഗ് ആയിട്ടുള്ള ലൈൻസിനെ കോമൺ പോയിന്റ് ഉണ്ടാവുള്ളൂ. പാരലൽ ആയിട്ടുള്ള ലൈൻസിന് കോമൺ പോയിന്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഉത്തരത്തിലൊന്നും ഉണ്ടാവില്ല. സോ ദാറ്റ്സ് വൈ 5 അഥവാ നൾ സെറ്റാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ. മുന്നോട്ട് പോവാം. അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ, 2 ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത 3ാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കിക്കോളൂ. ക്ലാസിഫിക്കേഷൻ നമ്പർ 3. തുല്യഗണങ്ങൾ അഥവാ ഈക്വൽ സെറ്റ്സ്. തുല്യഗണങ്ങൾ അഥവാ ഈക്വൽ സെറ്റ്സ്. എന്താണ് ഈക്വൽ സെറ്റ് അഥവാ തുല്യഗണം എന്ന് പറഞ്ഞാൽ? 2 ഗണങ്ങളിലെ അംഗങ്ങൾ ഒരേപോലെ ആയിക്കഴിഞ്ഞാൽ അത്തരം ഗണങ്ങളെയാണ് നമ്മൾ തുല്യഗണങ്ങൾ എന്ന് വിളിക്കുക. അതായത് 2 സെറ്റുകൾ ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ എലമെൻറ്റുകളെല്ലാം തന്നെ, അംഗങ്ങളെല്ലാം പരസ്പരം തുല്യമായാലേ 2 ഗണങ്ങൾ എന്താവുള്ളൂ? ഈക്വൽ ആവുള്ളൂ. 2 ഗണങ്ങളിലെ അംഗങ്ങൾ ഒരേപോലെ ആയാൽ അത്തരം ഗണങ്ങളെയാണ് നമ്മൾ തുല്യഗണങ്ങൾ എന്ന് വിളിക്കുന്നത്. 2 ഗണങ്ങളിലെ അംഗങ്ങൾ ഒരേപോലെ ആയാൽ അത്തരം ഗണങ്ങളെ നമുക്ക് ഏത് പേരിട്ട് വിളിക്കാം? തുല്യഗണങ്ങൾ എന്നുള്ള പേരിട്ട് വിളിക്കാം. അപ്പോൾ എന്താണ് തുല്യഗണങ്ങൾ എന്നുള്ളത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുക. ഇപ്പോൾ എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 ആണ് എന്ന് വിചാരിക്കുക. ഇതൊരു ബി എന്നുള്ള സെറ്റിന് ഈക്വൽ ആവണമെങ്കിൽ ബി സെറ്റും 1 2 തന്നെ ആയിരിക്കണം. ഓക്കെ, 1 2 എന്നുള്ളത് തിരിച്ചിട്ടാലും 2 1 എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഇപ്പുറത്തുള്ള എലമെൻറ്റ് അപ്പുറത്തും ഉണ്ടായാൽ മതി, ആ ഒരു കണ്ടീഷനേ ഉള്ളൂ. അതാത് പൊസിഷനിൽ തന്നെ കിടക്കണം എന്നൊന്നും നിർബന്ധമില്ല. എയും ബിയും തുല്യഗണങ്ങളായാൽ നമുക്ക് എന്തെഴുതാം? എ ഈസ് ഈക്വൽ ടു ബി എന്ന് നമുക്ക് എഴുതി വയ്ക്കാം. ഓക്കെ ആണേ. അപ്പോൾ എന്താണ് ഈക്വൽ സെറ്റ് അഥവാ തുല്യഗണം എന്നുള്ള കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. തുല്യഗണമാണോ എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ആദ്യമേ ഒരു
പട്ടിക രീതിയല്ല, നിബന്ധനാ രീതിയാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ പട്ടിക രീതിയിലേക്ക് മാറ്റി എഴുതിക്കോളൂ. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എൻ സച്ച് ദാറ്റ് എൻ എന്നുള്ളത് ഒരു എണ്ണൽ സംഖ്യ, ഒരു നാച്ചുറൽ നമ്പറാണ്. എന്നിൻ്റെ വാല്യൂ 3 കുറവാണ്. 3 കുറവായിട്ടുള്ള എണ്ണൽ സംഖ്യ ആരൊക്കെയാണ്? 1 എഴുതാം, 2 എഴുതാം. ഓക്കെ. ഇനി രണ്ടാമതൊരു ദ്വിമാന സമവാക്യമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. x² മൈനസ് 3x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സമ്മും പ്രോഡക്റ്റും എടുത്താലോ. സം എന്നുള്ളത് -3, പ്രോഡക്റ്റ് 2, നമ്പേഴ്സ് ചൂസ് ചെയ്യുക. 3ഉം പ്രോഡക്റ്റ് 2 വരണം അല്ലേ? ഓക്കെ, പ്രോഡക്റ്റ് 2 വരണമെങ്കിൽ -2ഉം -1ഉം നമ്പേഴ്സ്. -2ഉം -1ഉം കൂട്ടിക്കഴിഞ്ഞാൽ -3, -2ഉം -1ഉം ഗുണിച്ച് കഴിഞ്ഞാൽ 2. ഓക്കെ, അതായത് ഈ 2 നമ്പേഴ്സ് ഉപയോഗിച്ച് ഇവിടെ ഘടകക്രിയ ചെയ്യുക. x-2 ഇൻറ്റു x-1 ഇസ് ഈക്വൽ ടു 0. അവിടുന്ന് x ഇസ് ഈക്വൽ ടു 2 എന്നുള്ള ഒരു ഉത്തരം കിട്ടും. x ഇസ് ഈക്വൽ ടു 1 എന്നുള്ള ഒരു ഉത്തരവും കിട്ടും. ഓക്കെ, അപ്പോൾ ബിയുടെ പട്ടിക രീതിയിലേക്ക് മാറ്റി എഴുതിയാൽ 1, 2 എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുക. അപ്പം എ എന്നുള്ളത് 1, 2 ആണ്, ബിയും അത് തന്നെ കിട്ടിയിട്ടുണ്ട്. സോ ക്ലിയർലി നമുക്ക് എന്ത് പറയാം? എ ഇസ് ഈക്വൽ ടു ബി ആണ്. എയും ബിയും ഈക്വൽ സെറ്റുകളാണ് എന്ന് നമുക്ക് ക്ലിയറായിട്ട് പറയാനായിട്ട് പറ്റി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എയും ബിയും തുല്യ ഗണങ്ങളാണ് അഥവാ ഈക്വൽ സെറ്റുകളാണെന്ന് നമുക്ക് പറയാം. ഇനി ഈ ഈക്വൽ സെറ്റും ഇക്വലൻറ്റ് എന്നുള്ളൊരു സംഗതിയും കൂടെ ഉണ്ട്. ഇപ്പോൾ എ ഇസ് ഈക്വൽ ടു സെറ്റ് 3, 4 ആണെന്ന് വിചാരിക്കുക. ബി ഇസ് ഈക്വൽ ടു സെറ്റ് 6, 7 ആണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും ഈക്വൽ ആയിട്ടുള്ള സെറ്റുകളല്ല. എ നോട്ട് ഈക്വൽ ടു ബി ആണ്. കാരണം എയിലുള്ള എലമെൻ്റ് അല്ല ബിയിലുള്ളത്, ശരിയല്ലേ? പക്ഷേ ഇത് ഇക്വലൻ്റ് ആണ്. എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എക്കകത്ത് എത്ര അംഗങ്ങളുണ്ടെന്ന് എണ്ണി നോക്കുക. അംഗങ്ങളുടെ എണ്ണമാണ് നമ്മൾ എൻ ഓഫ് എ എന്നുള്ള രീതിയിൽ നൊട്ടേറ്റ് ചെയ്യുക. എക്കകത്ത് 2 അംഗങ്ങളുണ്ട്. എൻ ഓഫ് ബി എടുത്ത് നോക്കുക. ബിക്കകത്ത് എത്ര അംഗങ്ങളുണ്ട്? ബിക്കകത്തും 2 അംഗങ്ങളുണ്ട്. അതായത് എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു എൻ ഓഫ് ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. എ ഈക്വൽ ടു ബി ആവണം നിർബന്ധമില്ല. ഇത് സാറ്റിസ്ഫൈ ആവുകയാണെന്നുണ്ടെങ്കിൽ, എൻ ഓഫ് എ ഈക്വൽ ടു എൻ ഓഫ് ബി ആണെങ്കിൽ അതിനെ നമ്മൾ ഇക്വിവാലൻറ്റ് എന്ന് വിളിക്കും കേട്ടോ. ഇക്വിവാലൻറ്റ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി തുല്യഗണങ്ങളുടെ മറ്റൊരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം. 2 ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം നമുക്ക്. എക്സ് എന്നത് അലോയി എന്ന വാക്കിലെ അക്ഷരങ്ങളുടെ ഗണമാണ്. അലോയി എന്ന വാക്കിലെ അക്ഷരങ്ങളുടെ ഗണമാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവനക്ക് എ എഴുതാം, എൽ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി, സെറ്റ് ആയതുകൊണ്ട് ഒ എഴുതാം, വൈ എഴുതാം. ഓക്കെ, ബി എന്നത് ലോയൽ എന്ന വാക്കിലെ അക്ഷരങ്ങളുടെ എണ്ണമാണ്. എൽ എഴുതാം, ഒ എഴുതാം, വൈ എഴുതാം, എ എഴുതാം. ഓക്കെ, വീണ്ടും എൽ എഴുതരുത്, ആവർത്തനമായി പോകും. എ എൽ ഒ വൈ രണ്ടും എന്താണ്? അതാത് പൊസിഷനിലല്ല കിടക്കുന്നേ ഉള്ളൂ, പക്ഷേ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഇവിടെയുണ്ട്. എക്സ്ട്രാ ഒരു എലമെൻറ്റ് നമുക്ക് എക്സിലോ ബിയിലോ ഒന്നും കാണാനായിട്ട് കഴിയുന്നുമില്ല. സോ ദേ ആർ ക്ലിയർലി എന്താണെന്ന് പറയാം? ഈക്വൽ ആയിട്ടുള്ള സെറ്റുകളാണെന്ന് പറയാം. എക്സ് ഇസ് ഈക്വൽ ടു ബി ആണെന്ന് പറയാം. ഓക്കെ ആണേ? യെസ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിക്കോളൂ. എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എൻ സച്ച് ദാറ്റ് എൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിജർ ആണ്. ഓക്കെ, എൻ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണെന്നാണ് പറയുന്നത്? 4. എൻ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻറ്റിജർ ആണെന്നേ അവർ പറയുന്നുള്ളൂ. ഓക്കെ, ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവും വരാം, പോസിറ്റീവും വരാം, സീറോയും വരാം. ശരിയാണല്ലോ? ഇൻറ്റിജേഴ്സിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സംഗതി പഠിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ സ്ക്വയർ, ഇപ്പോൾ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണെങ്കിൽ ഇതിൻ്റെ ആൻസർ വരുന്നത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് റൂട്ട് എ എന്നാണ് വരിക. ഓക്കെ, അതായത് -√a ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എ എന്നാണ് ഇതിൻ്റെ ആൻസർ വരിക. ഇത് ക്വാഡ്രാറ്റിക് ഇനീക്വാളിറ്റി എന്ന് പറയും. ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നമുക്ക് ഇൻറ്റിജർ ആയതുകൊണ്ട് നെഗറ്റീവും എടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യേണ്ടത്. എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണെന്നുണ്ടെങ്കിൽ
മൈനസ് റൂട്ട് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എ ആയിരിക്കും. അതായത് ഇതിൻ്റെ ആൻസർ അപ്പോൾ എന്താണ് വരിക? മൈനസ് റൂട്ട് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് 4. മൈനസ് റൂട്ട് 4 2 ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അതായത് -2 മുതൽ 2 വരെയുള്ള എണ്ണൽ സംഖ്യകൾ, അവിടെ -2ഉം 2ഉം ഇൻക്ലൂഡിംഗ് ആണ്, ഉൾപ്പെടുന്നുണ്ട്. ഈക്വൽ ടു ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാം? ഉൾപ്പെടുത്താം. ലെസ് ദാനേ ഉള്ളെങ്കിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എയുടെ റോസ്റ്റർ ഫോം എന്താണ് കേട്ടോ? -2 മുതൽ 2 വരെയുള്ള എണ്ണൽ സംഖ്യകൾ, എണ്ണൽ സംഖ്യകളല്ല, ഇൻറ്റിജറുകളാണ്. ഓക്കെ, -2 എഴുതാം, -1 എഴുതാം, 0 എഴുതാം, 1 എഴുതാം, 2 എഴുതാം. ഇതാണ് എ സെറ്റ് എന്ന് പറയുന്നത്. ഇനി ബി സെറ്റ് എന്താണെന്ന് നോക്കോളൂ. ബി സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ദ്വിമാന സമവാക്യത്തിൻ്റെ ഉത്തരമാണ് അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് സമ്മും പ്രോഡക്റ്റും എഴുതി നോക്കാം. സം എന്ന് പറഞ്ഞാൽ -3, പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 2. നമ്പേഴ്സ് ഏതൊക്കെയാണ് വരിക? -2ഉം -1ഉം. -2ഉം -1ഉം കൂട്ടിയാൽ -3 ആണ്, ഗുണിച്ചാൽ 2 ആണ്. അപ്പം ഈ സംഖ്യകൾ ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്താൽ x-2 ഇൻറ്റു x-1 ഈക്വൽ ടു 0. അവിടുന്ന് എക്സിന് നമുക്ക് 1ഉം 2ഉം ഇങ്ങനെ 2 ആൻസറുകൾ കിട്ടും. 1 2. ഓക്കെ, രണ്ടും സെയിം ആയിട്ട് വരുന്നുണ്ടോ? എ നോട്ട് ഈക്വൽ ടു ബി ആണ്. അപ്പോൾ അതെന്തല്ല? തുല്യഗണമല്ല എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ രണ്ടാമത്തത് തുല്യഗണമല്ല, ആദ്യത്തെ ഓപ്ഷൻ തുല്യഗണമാണ്. ഓക്കെ, എയും ബിയും തുല്യഗണമല്ല എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരിക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യമാണ്, പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, എക്സ് എന്ന് പറഞ്ഞാൽ ഒരു റിയൽ നമ്പറാണ്. x² - 3x + 2 = 0 എന്നുള്ളത് ഒരു ദ്വിമാന സമവാക്യമാണ്. ആ ദ്വിമാന സമവാക്യത്തിൻ്റെ ഉത്തരം നിബന്ധനാ രീതിയിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിനെ നമ്മൾ പട്ടികാ രീതിയിലേക്ക് മാറ്റി എഴുതുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ x² - 3x + 2 = 0. സം എടുത്താൽ -3, പ്രോഡക്റ്റ് 2, നമ്പേഴ്സ് -1ഉം -2ഉം. ഓക്കെ, അതായത് x-1 ഇൻറ്റു x-2 = 0, x = 1 2. സെറ്റ് ബിൽഡർ ആക്കുകയാണെങ്കിൽ, റോസ്റ്റർ ആക്കുകയാണെങ്കിൽ, പട്ടിക രീതി ആക്കുകയാണെങ്കിൽ സെറ്റ് 1 2 ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ ബി സെറ്റ് 1 2 എന്നതാണ് നമ്മുടെ ഉത്തരം. സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണേ? ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എത്ര എണ്ണം ആയിട്ടുണ്ടായിരുന്നു? 3 ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. തുല്യഗണങ്ങൾ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തുല്യമല്ലാത്ത ഗണങ്ങൾ എന്താണെന്ന് ബേസിക്കലി നിങ്ങൾക്ക് അറിയാം. തുല്യമായിട്ടുള്ളത് അല്ലെങ്കിൽ തുല്യമല്ലാത്ത ഗണങ്ങളാണ് എ നോട്ട് ഈക്വൽ ടു ബി ടൈപ്പ്. എലമെൻറ്റുകൾ പരസ്പരം തുല്യമല്ലാത്ത ഒരവസ്ഥയിലേക്ക് വരും. അടുത്ത 4ാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കിക്കോളൂ. 4th വൺ, പരിമിത ഗണവും അനന്തഗണവും. ഓക്കെ, പരിമിത ഗണവും അനന്തഗണവും എന്താണ് നോക്കണേ. പരിമിത ഗണം എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് സെറ്റ്, അനന്തഗണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശൂന്യഗണമോ അല്ലെങ്കിൽ ഒരു ഗണത്തിലെ അംഗങ്ങളുടെ എണ്ണം കൃത്യമായി പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ അത്തരം ഗണങ്ങളെ നമുക്ക് പരിമിത ഗണം എന്ന് പറയാൻ സാധിക്കുന്നതെങ്കിൽ എന്നാണ് കേട്ടോ. അതായത് ഒരു സെക്കൻഡേ, നമ്മുടെ കയ്യിലൊരു ഗണമുണ്ട്, നമ്മുടെ കയ്യിലൊരു സെറ്റുണ്ട്. ആ സെറ്റിനകത്തുള്ള അംഗങ്ങളെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നതാണെങ്കിൽ, എണ്ണിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ, കൗണ്ടബിൾ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫൈനൈറ്റ് എന്ന് വിളിക്കുക. ഇപ്പം ശൂന്യഗണവും നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് ഫൈനൈറ്റിൽ തന്നെയാണ്. ഒരു എലമെൻ്റ് പോലും ഇല്ലെങ്കിൽ പോലും അത് ഫൈനൈറ്റിലാണ് ഉൾപ്പെടുത്തുക.
അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. ശൂന്യഗണം എന്നത് ഫൈനൈറ്റ് ആണ്, പരിമിത ഗണമാണ്. അല്ലെങ്കിൽ ഒരു ഗണത്തിലെ അംഗങ്ങളുടെ എണ്ണം കൃത്യമായി പറയാൻ സാധിക്കുമെങ്കിൽ, എണ്ണിയെടുക്കാൻ കഴിയുമെങ്കിൽ അത്തരം ഗണങ്ങളെയാണ് നമ്മൾ പരിമിത ഗണമെന്ന് വിളിക്കുക. അപ്പോൾ എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 ഇതൊരു പരിമിത ഗണമാണ്. കാരണം എൻ ഓഫ് എ എന്താണെന്ന് പറയാം, 3 ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ അതൊരു നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 2 3 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അത് അതിൻ്റെ അവസാനം നമുക്ക് പറയാൻ പറ്റുമോ? അതിനകത്ത് എത്ര എലമെൻ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇൻഫിനിറ്റി വരെ പോയിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ അനന്തഗണം എന്ന് വിളിക്കും. അനന്തഗണം. അപ്പോൾ അനന്തഗണത്തിന് ഉദാഹരണങ്ങൾ നാച്ചുറൽ നമ്പർ, റിയൽ നമ്പർ, ഇതെല്ലാം തന്നെ എന്താണ്, ഇതെല്ലാം അനന്തഗണങ്ങളാണ്. ഇനി അതിനകത്തുള്ള എലമെൻറ്റുകൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, പരിമിത ഗണമെന്ന് വിളിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് അനന്തഗണം എന്നുള്ളതും കൂടെ ഒന്ന് എഴുതി വെച്ചോളൂ. ഒരു ഗണത്തിലെ അംഗങ്ങളുടെ എണ്ണം എണ്ണി തിട്ടപ്പെടുത്താൻ ആകാത്ത വിധം അനന്തമാണെങ്കിൽ അത്തരം ഗണങ്ങളെ നമ്മൾ അനന്തഗണമെന്ന് വിളിക്കും. ഒരു ഗണത്തിലെ അംഗങ്ങളുടെ എണ്ണം നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലാണെങ്കിൽ, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നതിനേക്കാൾ വലുതാണെങ്കിൽ അത്തരം ഗണങ്ങളെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക, അനന്തഗണം എന്നുള്ള പേരിട്ട് വിളിക്കുക. ഉദാഹരണം നാച്ചുറൽ നമ്പർ, റിയൽ നമ്പർ, റാഷണൽ നമ്പർ, ഇതെല്ലാം തന്നെ അനന്തഗണങ്ങളാണ്. കാരണം ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എണ്ണി തീർക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്താണ് പരിമിത ഗണമെന്നും എന്താണ് അനന്തഗണമെന്നും ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ഉദാഹരണ ചോദ്യം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചുവടെ തന്നിരിക്കുന്ന ഗണങ്ങൾ അനന്തമോ പരിമിതമോ എന്ന് പരിശോധിക്കാനാണ് ചോദ്യം. നമുക്ക് കുറച്ച് സെറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഗണങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് അനന്തഗണം ഏതാണ്, പരിമിത ഗണം ഏതാണ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യത്തിൽ അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് ഇതിൻ്റെ പട്ടിക രീതി എഴുതിയ കഴിഞ്ഞാൽ, ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ x-1 ഇൻറ്റു x-2 ഈസ് ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് x ഈക്വൽ ടു 1ഉം 2ഉം നമുക്ക് കിട്ടും. ഓക്കെ, നമ്പർ ഓഫ് എലമെൻ്റ് എന്താണ്, 2 എലമെൻറ്റുകളുണ്ട്, എളുപ്പമാണല്ലോ. ഇനി നാച്ചുറൽ നമ്പർ ആണ്, x² 4 ആണ്. അതിൻ്റെ ആൻസർ എന്തേ വരുള്ളൂ, സെറ്റ് 2 വരുള്ളൂ. +or-2 ആണ്, നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് -2 ഒഴിവാക്കണം. അപ്പോൾ ഇതും നമുക്ക് എണ്ണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം എന്താണ്, ഇതെല്ലാം പരിമിതമാണ്. ഇത് പരിമിത ഗണമാണ്, ഇതും ഒരു പരിമിത ഗണമാണ്. ഇനി നാച്ചുറൽ നമ്പർ 2x - 1 0, 2x - 1 0 ആണെങ്കിൽ x 1/2 ആണ്. 1/2 എന്തിലില്ല, നാച്ചുറൽ നമ്പറിലില്ല, എണ്ണൽ സംഖ്യയിലില്ല. അപ്പോൾ ഇത് ശൂന്യഗണമാണ്. ഓക്കെ, ശൂന്യഗണമാണ്. ശൂന്യഗണം എന്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, പരിമിത ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അത് പ്രത്യേകം ഓർക്കുക. ശൂന്യഗണമാണെങ്കിലും അതെന്താണ്, പരിമിത ഗണമാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഇനി എക്സ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, എക്സ് എണ്ണൽ സംഖ്യയാണ്, എക്സ് ഒരു അഭാജ്യ സംഖ്യയാണ്. പ്രൈം നമ്പർ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റുമോ, ഒരിക്കലും എണ്ണി തീർക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ അതെന്താണെന്ന് പറയാം, അതൊരു അനന്തഗണമാണെന്ന് പറയാം. അതൊരു അനന്തഗണമാണ്. ഇനി ഒരു ഒറ്റ സംഖ്യ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, എക്സ് എന്നുള്ളത് ഒരു എണ്ണൽ സംഖ്യയാണ്, എക്സ് ഒരു ഒറ്റ സംഖ്യയാണ്. എണ്ണൽ സംഖ്യകളിലെ ഒറ്റ സംഖ്യകൾ എണ്ണി തീർക്കാൻ പറ്റുമോ, പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് പറയാം, അതൊരു അനന്തഗണമാണെന്ന് നമുക്ക് പറയാം. ഓക്കെ ആണേ, അതൊരു അനന്തഗണമാണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാം. നോക്കിയോളൂ, നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക, ഉപഗണങ്ങൾ. ഉപഗണങ്ങൾ ഉപഗണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ സബ്സെറ്റുകൾ എന്ന് വിളിക്കും, സബ്സെറ്റ്സ്. നോക്കിയോളൂ, ഗണം എ ഗണം ബിയുടെ ഉപഗണമാകണമെങ്കിൽ, സെറ്റ് എ സെറ്റ് ബിയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ എ ശൂന്യഗണമായിരിക്കണം, അല്ലെങ്കിൽ
എയിലെ എല്ലാ അംഗങ്ങളും ബിയിലെ അംഗങ്ങളായിരിക്കണം. ഇതാണ് ഉപഗണം. ഉപഗണം എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. എൻ്റെ കയ്യിലൊരു സെറ്റ് ഉണ്ട്. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3. അപ്പോൾ ഇതിൻ്റെ ഉപഗണങ്ങൾ, ഇതിൻ്റെ സബ്സെറ്റുകൾ ഏതൊക്കെയാണെന്നൊന്ന് നമുക്ക് എഴുതി നോക്കാം. ഉപഗണങ്ങൾ ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ സബ്സെറ്റുകൾ ഏതൊക്കെയാണ്? സെറ്റ് 1. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. തന്നിട്ടുള്ള സെറ്റിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ചെറുതും വലുതുമായിട്ടുള്ള പോസിബിളായിട്ടുള്ള എല്ലാ സെറ്റുകളുടെയും കൂടെ കോമ ഇട്ട് എഴുതുന്നതിനെയാണ് ഉപഗണങ്ങൾ. തന്നിട്ടുള്ള സെറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സെറ്റുകൾ, സെറ്റ് 1 ഉണ്ടാക്കാം, സെറ്റ് 2 ഉണ്ടാക്കാം, സെറ്റ് 3 ഉണ്ടാക്കാം. അപ്പോൾ ഒരു അംഗം വെച്ചുള്ളത് കഴിഞ്ഞു. ഇനി 2 അംഗങ്ങൾ വെച്ചുള്ളത് നോക്കുക. സെറ്റ് 1 2 ഉണ്ടാക്കാം, സെറ്റ് 1 3 ഉണ്ടാക്കാം, സെറ്റ് 2 3 ഉണ്ടാക്കാം. ശരിയല്ലേ? ഇനി സെറ്റ് 1 2 3 തന്നെ ഉണ്ടാക്കാമല്ലോ. ഓക്കെ, ഇനി നൾ സെറ്റിനെ ഉണ്ടാക്കാം. അപ്പോൾ 2 പോയിന്റുകൾ നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കണം. ഏതൊരു സെറ്റ് എടുത്താലും ആ സെറ്റ് തന്നെ അതിൻ്റെ ഒരു ഉപഗണമായിരിക്കും. ശൂന്യഗണം എല്ലാ ഗണങ്ങളുടെയും ഉപഗണമാണ്. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. ശൂന്യഗണം എല്ലാ ഗണങ്ങളുടെയും ഉപഗണമാണ്. ശൂന്യഗണം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ഗണങ്ങളുടെയും ഉപഗണമാണ്. അപ്പോൾ ഏതൊരു ഗണം എടുത്താലും അതിൻ്റെ ഉപഗണമായിട്ട് ആര് വരും? ശൂന്യഗണം വരും. അതൊരിക്കലും എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. ശൂന്യഗണമെന്ന് പറയുന്നത് എല്ലാ ഗണങ്ങളുടെയും ഉപഗണമാണ്. ഇനി ഏതൊരു ഗണം എടുത്താലും ആ ഗണം തന്നെ അതിൻ്റെ ഉപഗണമായിരിക്കും. ഏതൊരു ഗണം എടുത്താലും ആ ഗണം തന്നെ അതിൻ്റെ ഉപഗണവുമായിരിക്കും. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് ആൻഡ് നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഇങ്ങനെ 2 പോയിന്റ്സ് ആണുള്ളത്. ഏതൊരു ഗണം എടുത്താലും അത് ആ ഗണത്തിൻ്റെ തന്നെ ഉപഗണമായിരിക്കും. ശൂന്യഗണവും എല്ലാ ഗണത്തിൻ്റെയും ഉപഗണമായിരിക്കും. ഓക്കെ ആണോ നോക്കിക്കോണേ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അടുത്ത നോക്കിക്കോളൂ. നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്, ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യാനായിട്ട് അടുത്ത സ്ലൈഡിൽ തരുന്നതാണ്. ശൂന്യഗണം എല്ലാ ഗണങ്ങളുടെയും ഉപഗണമായിരിക്കും. ഏതൊരു ഗണം എടുത്താലും ശൂന്യഗണം അതിൻ്റെ ഉപഗണമായിരിക്കും. ശൂന്യഗണം എല്ലാ ഗണങ്ങളുടെയും എന്തായിരിക്കും? ഉപഗണമായിരിക്കും. ഓക്കെ, അതായത് ഏതൊരു സെറ്റ് എ എടുത്താലും അതിൻ്റെ സബ്സെറ്റായിട്ട് ഫൈ ഉണ്ടാവും. അതിൻ്റെ നൊട്ടേഷൻ ശ്രദ്ധിച്ചോളൂ. ഇതാണ് സബ്സെറ്റിൻ്റെ നൊട്ടേഷൻ കേട്ടോ. ദിസ് ഈസ് ദ നൊട്ടേഷൻ ഓഫ് സബ്സെറ്റ്. ഇതെങ്ങനെയാണ് വായിക്കേണ്ടത്? സബ്സെറ്റ്. ഓക്കെ ആണേ. ഏതൊരു സെറ്റ് എ എടുത്താലും ഫൈ സബ്സെറ്റ് ഓഫ് എ ആയിരിക്കും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ശൂന്യഗണം ഏതൊരു ഗണത്തിൻ്റെയും ഉപഗണമായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. എ എന്ന ഗണത്തിൽ n അംഗങ്ങളുണ്ടെങ്കിൽ എയുടെ ഉപഗണത്തിൽ 2n അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് ശരിയാണോ എന്നുള്ളത് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം നമുക്ക്. ഈ ഒരു ഉദാഹരണം നമ്മൾ എഴുതിയത് നോക്കൂ. നമ്മുടെ ഈ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? n ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 3 ആയിരുന്നു അല്ലേ? 1 2 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ശരിയാണേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഉപഗണങ്ങളുടെ എണ്ണം, നമ്മളിപ്പോൾ ഇക്വേഷൻ എന്താണ് പഠിച്ചത്? ഉപഗണങ്ങളുടെ എണ്ണത്തിൻ്റെ ഇക്വേഷൻ എന്താ പഠിച്ചത്? 2n ആണെന്ന് പറഞ്ഞു അല്ലേ? സോ 2/3 8 ഉപഗണങ്ങൾ ഉണ്ടാവണം അല്ലേ? 2ൻ്റെ ക്യൂബ് 8 ഉപഗണങ്ങളാണ് ഉണ്ടാവേണ്ടത്. അതുണ്ടോ എന്നുള്ളതൊന്ന് നോക്കിക്കോളൂ. 1 2 3 4 5 6 7 8 കറക്റ്റായിട്ട് വരുന്നുണ്ടല്ലോ. യെസ്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. എ എന്ന് പറഞ്ഞ ഒരു ഗണത്തിൽ n അംഗങ്ങളുണ്ടെങ്കിൽ
എയുടെ ഉപഗണങ്ങളുടെ എണ്ണം എന്തായിരിക്കും? 2n ആയിരിക്കും. എ എന്നുള്ള ഗണത്തിൽ n അംഗങ്ങളുണ്ടെങ്കിൽ എയുടെ ഉപഗണം എന്നത് 2n ആയിരിക്കും. n ഓഫ് എ എന്നുള്ളത് 10 ആണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് എഴുതിക്കേ. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഉപഗണങ്ങളുടെ എണ്ണം എന്ന് എഴുതിക്കേ 210. 1024 ആൻസർ വരിക. ഒരുപാട് പ്രാവശ്യം എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 10 എലമെൻറ്റുകളുള്ള ഒരു സെറ്റിൽ 210 സബ്സെറ്റുകൾ ഉണ്ടാവും. 210 ഉപഗണങ്ങൾ ഉണ്ടാവും. ഓക്കെ, അതായത് 1024 ഉപഗണങ്ങൾ ഉണ്ടാവും. 10 അംഗങ്ങളുള്ള ഒരു സെറ്റിൽ 1024 ഉപഗണങ്ങൾ ഉണ്ടാവും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് സംഗതോപഗണങ്ങൾ എന്ന് പറയുന്നത്. സംഗതോപഗണങ്ങളുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പ്രോപ്പർ സബ്സെറ്റ്സ്. നോക്കണേ, എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉപഗണങ്ങളിൽ ഒരെണ്ണം എ തന്നെയാണെന്നറിയാലോ. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. ഏതൊരു ഗണം എടുത്താലും ആ ഗണം തന്നെ അതിൻ്റെ ഒരു ഉപഗണമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പോയിന്റ്, ശൂന്യഗണം ഏതൊരു ഗണത്തിൻ്റെയും ഉപഗണമായിരിക്കും. ഓക്കെ, ഈ 2 പോയിന്റുകൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ എ എന്ന് പറഞ്ഞ ഒരു ഗണത്തിൻ്റെ ഉപഗണത്തിൽ ഒരു ഗണം എ തന്നെയാണെന്ന് നമുക്കറിയാം. എ ഒഴികെയുള്ള ബാക്കിയുള്ള ഉപഗണങ്ങളെയാണ് നമ്മൾ സംഗതോപഗണങ്ങൾ എന്ന് പറയുക. എ ഒഴികെയുള്ള ബാക്കിയുള്ള ഉപഗണങ്ങളെയാണ് നമ്മൾ സംഗതോപഗണങ്ങൾ എന്ന് പറയുക. ഓക്കെ, പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് പറയാം. അതായത് എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് എന്നുള്ള കണ്ടീഷൻ അങ്ങോട്ട് ഒഴിവാക്കണം. ഇപ്പോൾ എനെ തന്നെ ഒഴിവാക്കണം. അതായത് ഒരു സെറ്റിനെ ഒഴിവാക്കണം. അതായത് ഒരേ സബ്സെറ്റുകളുടെ എണ്ണത്തിൽ നിന്ന് ഒരാളെ ഒഴിവാക്കണം. അപ്പം ഉപഗണങ്ങളുടെ എണ്ണം എന്തായിരിക്കും? സംഗതോപഗണങ്ങളുടെ എണ്ണം, ഉപഗണങ്ങളുടെ എണ്ണം എന്തായിരുന്നു? 2n ആയിരുന്നു. അതിൽ നിന്ന് ആ ഗണത്തിനെ തന്നെ അങ്ങോട്ട് മൈനസ് ചെയ്ത് കളയണം. 2n - 1 എന്നുള്ളതാണ് സംഗതോപഗണങ്ങളുടെ എണ്ണം. ഓക്കെ, അപ്പോൾ ഒരു സെറ്റിനകത്ത് n ഓഫ് എ എന്നുള്ളത് 3 ആണെന്ന് വിചാരിച്ചോളൂ. ഒരു സെറ്റിൽ 3 എലമെൻറ്റുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ സംഗതോപഗണങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് എത്രയായിരിക്കും? നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ഇസ് ഈക്വൽ ടു 2n നിന്നും 1 കുറച്ചാൽ മതി. 2³ നിന്നും 1 കുറയ്ക്കണം. 8 നിന്നും 1 കുറയ്ക്കണം. 7 എന്തിൻ്റെ ആൻസർ വരിക? സംഗതോപഗണങ്ങളുടെ എണ്ണം അഥവാ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് നമുക്ക് കിട്ടുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, പോയിൻ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ. സംഗതോപഗണങ്ങളുടെ എണ്ണം 2n - 1 ആയിരിക്കും. സംഗതോപഗണങ്ങളുടെ എണ്ണം 2n - 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഗണത്തിൽ എ എന്നുള്ള ഒരു ഗണത്തിൽ 10 എലമെൻറ്റുകൾ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ സംഗതോപഗണങ്ങളുടെ എണ്ണം എന്തായിരിക്കും? 2n - 1 210 - 1 1024 - 1 1023 ആയിരിക്കും എന്തിൻ്റെ ആൻസർ വരിക? സംഗതോപഗണങ്ങളുടെ എണ്ണം അഥവാ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. ഇതൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഉപഗണങ്ങളുടെ ഗണം. ഉപഗണങ്ങളുടെ ഗണത്തിനെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് വിളിക്കുക. ഇംഗ്ലീഷിൽ എന്ത് വിളിക്കും? പവർ സെറ്റ്. ഉപഗണങ്ങളുടെ ഗണത്തിനെയാണ് പവർ സെറ്റ് എന്ന് വിളിക്കുക. ഒരു ഗണത്തിൻ്റെ ഉപഗണങ്ങൾ മുഴുവനും നിരത്തി എഴുതുക. ഈ ഉപഗണങ്ങൾ അംഗങ്ങളായി വരുന്ന ഒരു പുതിയ ഗണം പരിഗണിച്ചാൽ ആ ഗണത്തിനെയാണ് ഉപഗണങ്ങളുടെ ഗണം അഥവാ ദ പവർ സെറ്റ് ഓഫ് എ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ എഴുതിക്കോളൂ. അപ്പോൾ എ എന്നുള്ളത് സെറ്റ് 1,
സെറ്റ് 3 4 ആണെന്ന് വിചാരിച്ചോളൂ. ഇതിൻ്റെ ഉപഗണങ്ങൾ ആദ്യം എഴുതുക. ഉപഗണങ്ങൾ ആരൊക്കെയാണ് വരിക? സെറ്റ് 3 വരും, സെറ്റ് 4 വരും, സെറ്റ് 3 4 വരും, നൾ സെറ്റ് വരും. ഇതാണ് ഉപഗണങ്ങൾ. ഈ ഉപഗണങ്ങളെ നമ്മൾ ഒരു ഗണത്തിനുള്ളിലാക്കുകയാണെങ്കിൽ അതിനെയാണ് ഉപഗണങ്ങളുടെ ഗണം അഥവാ പവർ സെറ്റ് എന്ന് വിളിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ പവർ സെറ്റ് എന്തായിരിക്കും? ഒരു സെറ്റിനുള്ളിൽ എഴുതുക അല്ലേ? സെറ്റ് ഓഫ് സെറ്റ് 3 കോമ സെറ്റ് 4 കോമ സെറ്റ് 3 4 കോമ നൾ സെറ്റ്. ഇതിനെയാണ് നമ്മൾ ഈ ഉപഗണങ്ങളുടെ ഗണത്തിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? പവർ സെറ്റ് അഥവാ ഉപഗണങ്ങളുടെ ഗണം എന്നുള്ള പേരിട്ട് വിളിക്കുക. ഓക്കെ, ഉപഗണങ്ങളുടെ ഗണം അതിനെയാണ് പവർ സെറ്റ് ഓഫ് എ അഥവാ പി ഓഫ് എ എന്നുള്ള നൊട്ടേഷനിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിച്ചോട്ടെ. ഇനി ഈ പവർ സെറ്റിനകത്ത് എത്ര എലമെൻ്റ് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം എന്ത് തന്നെയാണ്? 2n തന്നെയാണ്. ശരിയല്ലേ? പവർ സെറ്റിനകത്തുള്ള എലമെൻറ്റുകളുടെ എണ്ണമെന്ന് പറയുന്നത് സബ്സെറ്റുകളുടെ എണ്ണം തന്നെയാണ്, ഉപഗണങ്ങളുടെ എണ്ണം തന്നെയാണ്. അപ്പോൾ ഉപഗണങ്ങളുടെ എണ്ണം ചോദിച്ചാലും ഉപഗണങ്ങളുടെ ഗണത്തിലുള്ള അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാലും രണ്ടും ഇക്വേഷൻ എന്ത് തന്നെയാണ്? 2n തന്നെയാണ്. ഇനി സംഗതോപഗണങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും 1 കുറയ്ക്കണം. ഓക്കെ, ഇനി ശൂന്യമല്ലാത്ത സംഗതോപഗണങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉപഗണങ്ങളിൽ 1 ശൂന്യഗണമാണെന്നറിയാം. ഇനി ശൂന്യമല്ലാത്ത സംഗതോപഗണങ്ങളുടെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ ശൂന്യമായിട്ടുള്ള സംഗതോപഗണം കൂടെ ഒഴിവാക്കണം, അല്ലെങ്കിൽ ശൂന്യമായിട്ടുള്ള ഉപഗണം കൂടെ നമ്മൾ ഒഴിവാക്കണം. അതായത് 2n നിന്നും 2 കുറച്ചാലാണ് 2n നിന്നും 2 കുറച്ചാലാണ് എന്ത് കിട്ടുക? ശൂന്യമല്ലാത്ത സംഗതോപഗണങ്ങളുടെ എണ്ണം. കാരണം സംഗതോപഗണങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് പ്രകാരം ആ സെറ്റിനെ ഒഴിവാക്കിയിട്ടുണ്ടാവും. അപ്പോഴും അവിടെ നൾ സെറ്റ് ഉണ്ടാവും. കാരണം നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് ആണ്. അപ്പോൾ ആ നൾ സെറ്റും കൂടെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ആൾക്കാരെയാണ് നോൺ എംപ്റ്റി പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് വിളിക്കുക, അഥവാ ശൂന്യമല്ലാത്ത സംഗതോപഗണങ്ങളുടെ എണ്ണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ 2n നിന്നും 2 കുറയ്ക്കേണ്ടത്. ഓക്കെ, സംഗതോപഗണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 2n നിന്നും 1 കുറച്ചാൽ മതി. ശൂന്യമല്ലാത്ത സംഗതോപഗണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 2n നിന്നും 2 കുറയ്ക്കേണ്ടത്. ഓക്കെ, യെസ്. ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ചോദ്യങ്ങളൊക്കെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാനുള്ളത്. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്ലാസ്. കറക്റ്റായിട്ട് മനസ്സിലാക്കി അടിപൊളിയായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.